السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. الصلاة والسلام عليك يا سيدي يا حبيب الله خذ بأيدينا قلت هيلتنا أدركنا يا رب يا رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയോടുകൂടെ 10 മണിയാകുമ്പോഴേക്ക് കഴിഞ്ഞ് പിരിയണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ ആദ്യം തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയങ്ങളാണ് ഇനിയും നമുക്കുള്ളത്. ഈ കുറഞ്ഞ സമയങ്ങളിൽ 2-3 സെഷനുകളൊക്കെ നമുക്ക് ഇനിയുമുണ്ട്. കൂടുതലായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം, അല്ലാഹുവിൻ്റെ ഇൽമ് തഅല്ലുമ് തഅലീം ചെയ്ത് ആ ഇൽമിനെ സ്നേഹിച്ച് ഇൽമിൻ്റെ ആളുകളെ സ്നേഹിച്ച് ആ രൂപത്തിലൂടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു തആല നൽകി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ മഹത്തായ അനുഗ്രഹത്തിലേക്ക് ശുക്ർ അതെല്ലാ സമയത്തും നമ്മളിൽ നിന്നുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനല്ലാത്ത ഒരുപാട് ജീവികൾ ഉണ്ട്. ആ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്, മനുഷ്യനെ വിട്ടു നിർത്തുന്നത് ഒരേ ഒരു കാര്യമാണ്. അഥവാ മനുഷ്യൻ 2 വസ്തുക്കളെ കൊണ്ട് അവൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടവനാണ്. ഒന്ന് അവൻ്റെ ശരീരമാണ്. അതെല്ലാ വസ്തുക്കൾക്കുമുണ്ട്. എല്ലാ ജീവികൾക്കും എല്ലാ വസ്തുക്കൾക്കും ശരീരമുണ്ട്, ജിസ്മുണ്ട്. എന്നാൽ ആ വസ്തുക്കൾക്കൊന്നുമില്ലാത്ത മറ്റൊരു പ്രത്യേകത മനുഷ്യനുള്ളത് ആത്മാവാണ്. ആ ആത്മാവിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും ഈ ഭൂമി ലോകത്ത് അല്ലാഹു തആല ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന പ്രപഞ്ചം, അതുപോലെ തന്നെ ഈ കാണുന്ന ലോകം, അത് മനുഷ്യൻ്റെ ആത്മീയമായ ആത്മാവിനും അതുപോലെ ശരീരത്തിനും കൂടി വിശാലമല്ല. അത് രണ്ടിനും കൂടി വിശാലമായ മറ്റൊരു ലോകമാണ് ആഖിറ. അതുകൊണ്ടാണ് മനുഷ്യൻ അല്ലാഹു തആല അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഭൂമി ലോകത്ത് മറ്റുള്ള ജീവികൾക്കൊന്നും ആ ഒരു പ്രധാനമായ ഭാഗ്യം അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഭൂമി ലോകത്ത് ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികൾക്കൊക്കെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകത്തോടു കൂടി അവരുടെ അവസാനം തീരുമാനിക്കപ്പെടുകയാണ്. മനുഷ്യന് അവൻ്റെ ആത്മാവ്, വിശാലമായ ആത്മാവിനിക്ക് സഞ്ചരിക്കാനും ആ ആത്മാവിനിക്ക് ഉൾക്കൊള്ളാനും പറ്റിയ വിശാലമായ ഒരു ലോകമല്ല ഭൂമി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ആഖിറ, സ്വർഗം അല്ലെങ്കിൽ മറ്റൊരു ലോകം അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലാഹു തആല മനുഷ്യനെ ഒരുമിച്ച് കൂട്ടി നൽകിയിട്ടുള്ള ജിസ്മും റൂഹും ആത്മാവും, ഇത് രണ്ടും, ഈ ആത്മാവും ശരീരവും ഇത് രണ്ടും ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ മനുഷ്യന് സാധിക്കണം.
എങ്കിലേ വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആത്മാവിനുള്ള ഭക്ഷണം ശരീരത്തിനുള്ള ഭക്ഷണം നൽകുന്നത് പോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ സമയത്തും ആത്മാവിനുള്ള ഭക്ഷണം ഇവിടെ നിന്ന് ശേഖരിച്ചെങ്കിൽ മാത്രമേ നാളെ ആഖിറത്തിൽ ആ ശരീരത്തിനും രക്ഷ ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ശരീരം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തന്നെ ശരീരത്തിന് മരണമുണ്ട്, എന്നാൽ ആത്മാവിന് മരണമില്ല. ശരീരം ഇവിടെ വെച്ച് നമ്മുടെ ശരീരം നശിച്ചു പോയി, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ശരീരത്തെ തന്നെ വീണ്ടും അല്ലാഹു തആല സൃഷ്ടിക്കും. ആത്മാവിനെ അതിനോട് കൂടെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. ആ രണ്ട് വസ്തുക്കളും ഒന്നിച്ചു കൊണ്ടുപോകാൻ, ഒരേ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ മനുഷ്യന് സാധിക്കണം. ശരീരം എല്ലാ സമയത്തും മനുഷ്യനോട് അല്ലെങ്കിൽ ആത്മാവിനോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചീത്തയായ കാര്യങ്ങളെ കൊണ്ടാണ്. ഇന്ന നഫ്സ ല അമ്മാറത്തും ബിസ്സൂഇ. നഫ്സ് നമ്മളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചീത്തയാണ്. ചീത്തയായ കാര്യങ്ങൾ എല്ലാ സമയത്തും മനുഷ്യനെ ഉപദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യനെ ചീത്തയിലേക്ക് ക്ഷണിക്കാനാണ് ശരീരം എല്ലാ സമയത്തും ആഗ്രഹിക്കുന്നത്. ആ മനുഷ്യൻ്റെ ശരീരത്തെ നാം ബ്രേക്കിട്ട് ആ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുതയെ മനസ്സിലാക്കി ആത്മാവിനെ നാം ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഅദാഇക അന്നഫ്സുല്ലതി ബൈന ജംബൈക. നിന്റെ ശത്രുക്കളിൽ നിന്ന് ഏറ്റവും വലിയ ശത്രു നിന്റെ ഈ ബോഡിയാണ്. രണ്ട് ഭാഗത്തിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബോഡിയാണ് ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവാണ് ഏറ്റവും വലിയ ശത്രു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം, അത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാണ്. പിശാചിനേക്കാൾ വലിയ ശത്രുവായിട്ടാണ് അതിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. പിശാച് അത് പുറത്തു നിന്ന് വരുന്ന ശത്രുവാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പുറത്തു നിന്ന് വരുന്ന ഒരു കള്ളനും വീട്ടിൻ്റെ ഉള്ളിലുള്ള കള്ളനും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. വീട്ടിൻ്റെ ഉള്ളിലുള്ള കള്ളനെ പിടിക്കാൻ വളരെ പ്രയാസമാണ്. മാത്രമല്ല, ആ കള്ളന് ഏതു സമയത്തും നമ്മുടെ വസ്തുക്കൾ കട്ടെടുക്കാൻ നല്ല സുഖമാണ്. പുറത്തു നിന്ന് വരുന്ന കള്ളനിക്ക് പല പരിമിതിയുമുണ്ട്, കടക്കാൻ പ്രയാസങ്ങളുണ്ട്, അതിനെ തടഞ്ഞിടാൻ മാർഗങ്ങളുണ്ട്. പല മാർഗങ്ങളിലൂടെയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ് ശരീരമാകുന്ന നമ്മുടെ ശത്രു. അതുകൊണ്ട് തന്നെ ആ ശരീരത്തെ, നഫ്സിനെ നാം ബ്രേക്കിടുകയും ഹവൻ നഫ്സിനിക്ക് വഴിപ്പെടാതിരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ ഉയർന്ന മാർഗം. അതാണ് അവരൊക്കെ വിലായത്തിൻ്റെ പദവിയിലേക്കും അല്ലെങ്കിൽ ആരിഫീങ്ങൾ അവർ മാരിഫത്തിൻ്റെ പദവിയിലേക്കുമൊക്കെ ഉയർന്നത് ശരീരത്തെ തടഞ്ഞിട്ടുകൊണ്ടാണ്. അതിനുള്ള മാർഗങ്ങൾ അവർ പറയുന്നതൊക്കെ ഒന്ന് വിശപ്പ് സഹിക്കുക, ഉറക്കമൊഴിക്കുക, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനമായി മഹാന്മാർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. കാരണം മനുഷ്യൻ്റെ മനുഷ്യന് കിട്ടുന്ന ഭക്ഷണം, ആ ഭക്ഷണം കൊഴുപ്പ് കൂടുകയും ഭക്ഷണം അധികരിക്കുകയും ചെയ്യുമ്പോൾ ഖുവ്വത്ത് ഷഹവിയ്യ
അവനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖുവ്വത്ത് ഷഹവിയയും ഖുവ്വത്ത് ഗളബിയയും ഒക്കെ അവനിക്ക് കൂടാൻ കാരണം ഈ ഭക്ഷണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വിശപ്പ് മനുഷ്യന് ആത്മീയമായി ഉയരാൻ ഏറ്റവും പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ വയറിനെ മൂന്നായി അള്ളാഹുവിൻ്റെ റസൂല് ഭാഗിച്ചു. മൂന്നിലൊന്ന് ഭക്ഷണത്തിനും, മൂന്നിലൊന്ന് നമുക്ക് നമ്മുടെ വെള്ളത്തിനും, മൂന്നിലൊന്ന് അവിടെ ഒഴിവാക്കി വെക്കാനുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചത്. അത് നമ്മുടെ ശ്വാസം എന്ന് പറഞ്ഞ വായു അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ. അപ്പോൾ ഈ വായുവിനെ തടസ്സപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് പല പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാകും. ഏത് സമയത്തും വായു പാസ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, എവിടെയായിരുന്നാലും അങ്ങനെയാണ്. വായു തടസ്സപ്പെടുത്തിയ ഒരു റൂമിൽ വായു തടസ്സപ്പെടുത്തിയാൽ അതിനുള്ള പ്രയാസങ്ങൾ അവിടെ ഉണ്ടാവും. ബാത്റൂമിൽ വായു തടസ്സപ്പെടുത്തിയാൽ അതിനുള്ള പ്രയാസങ്ങളുണ്ടാവും. അവിടെയൊക്കെ വായു പുറത്തേക്ക് പോകാനാണ് നമ്മൾ പല ഫാനുകളും ഫിറ്റ് ചെയ്യുന്നത്. എന്നതുപോലെ മനുഷ്യൻ്റെ വായു അത് പാസ് ചെയ്യാൻ വളരെ പ്രധാനമാണ് മൂന്നിലൊന്ന് ഒരു ഭാഗം അവിടെ ഒഴിവാക്കി വെക്കുക എന്നുള്ളത്. മൂന്നിലൊന്ന് ഒരു ഭാഗം ഭക്ഷണത്തിന്, മറ്റൊരു ഭാഗം വെള്ളത്തിനുമാണ്. വെള്ളം ഭക്ഷണം പോലെ തന്നെ കുടിക്കുന്നില്ലെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടും. വയറിൻ്റെ രണ്ട് ഭാഗവും ഭക്ഷണം മാത്രം ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. വെള്ളത്തിന് സ്ഥലം ഉണ്ടായിട്ടോ ഇല്ലാതെയോ വെള്ളം കൂടി കുറഞ്ഞാൽ നമുക്കൊരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ഇനി ആരോഗ്യത്തിൻ്റെ ഒരു സെഷൻ ഇവിടെ വരാണ്ട്, അപ്പം ഞാൻ ആ ഭാഗം പറയേണ്ടതില്ല. റഫീഖ് അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വയറിന് എല്ലാ സമയത്തും മൂന്നിലൊരു ഭാഗത്തെ കാലിയാക്കിയിടുകയും മൂന്നിലൊരു ഭാഗം ഭക്ഷണവും മൂന്നിലൊരു ഭാഗം വെള്ളവുമായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും. ശരീരത്തെ വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ അതിനകറ്റാൻ കഴിയും. അപ്പം ആ നിലക്ക് നമ്മുടെ ശരീരം നമ്മോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചീത്തയിൽ നിന്ന് പിന്മാറി നമ്മുടെ ആത്മാവിന് ഉള്ള ഭക്ഷണങ്ങൾ കാര്യമായി നൽകണം. എങ്കിൽ മാത്രമേ ആത്മാവ് നിലനിൽക്കുകയുള്ളൂ. ആത്മാവിന് മരണമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മരിച്ചിട്ടില്ലെങ്കിലും മരിച്ചതുപോലെ ആവും അതിനാവശ്യമായ ഭക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ അതിനെ നല്ല നിലക്ക് ഭക്ഷണം കൊടുത്ത് നിലനിർത്തിയെങ്കിൽ മാത്രമേ നാളെ ആഖിറത്തിൽ അതിൻ്റേതായ ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഭക്ഷണങ്ങളാണ് നാം നൽകിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളും സ്വലാത്തുകളും മറ്റുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുക്കളും കൂടി ഒരുമിച്ച് കൂട്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശരീരം, ആ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് വസ്തുവിനും വിശാലമായ, രണ്ട് വസ്തുവിനും സഞ്ചരിക്കാൻ വിശാലമായ ഒരു ലോകം അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതാണ് ആഖിറം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത്. ആ വിശാലത, രണ്ടിനും കൂടി ഒരുമിച്ച് കൂടി സഞ്ചരിക്കാനുള്ള വിശാലത ഇവിടെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശാലതയ്ക്ക് വേണ്ടിയാണ്, ആ വിശാലമായ ലോകമാണ്
അല്ലാഹു തആല മറ്റൊരു ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അതിന് എന്നെന്നും ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഭൂമി ലോകത്തുനിന്ന് ആ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് മാറുകയാണ്. മറ്റൊരു ലോകത്തേക്ക് അത് പോവുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അതിനാവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും നൽകി നാം അതിനെ സ്വീകരിച്ച് പറഞ്ഞയച്ചാൽ വിശാലമായ ആ ലോകത്ത് നമുക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമൊക്കെ അള്ളാഹുവിൻ്റെ ഇൽമ് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഇൽമിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കണം. ഇന്നലെ ഉണർത്തിയതുപോലെ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഇൽമ് ഏത് നിലക്കാണോ അത് നാം ചെലവഴിക്കാൻ ഉള്ള കഴിവും അർഹതയും നമുക്കുള്ളതെങ്കിൽ അത് ആ നിലക്ക് തന്നെ അതിനെ ഉപയോഗപ്പെടുത്തണം. ദർസ് നടത്താനുള്ള കഴിവുള്ള ആളുകൾ ദർസ് തന്നെ നടത്തണം. വല്ല ദർസും വല്ലവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദർസിലേക്ക് അവർ മടങ്ങി വരണം. ദർസുമായി തന്നെ അവർ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ദർസ് ആദ്യമേ തുടങ്ങിയിട്ടില്ലെങ്കിൽ രണ്ടാമത് തുടങ്ങണം. ദർസ് നടത്താനും കഴിവുള്ള ആളുകൾ ആ ഒരു റൂട്ടിലൂടെ തന്നെ പോകണം. അത് കഴിയാത്ത ആളുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂട്ടുകൾ ഇവിടെ ഉണ്ട്. അതിൽ മദ്രസയും അതുപോലെ തന്നെ മറ്റ് പള്ളിയിലെ ഇമാമത്ത്, ഖത്തീബ്, മുഅദ്ദിൻ എന്നിങ്ങനെ തുടങ്ങി ഏത് ഒരു മേഖല ആയിരുന്നാലും അല്ലാഹു തആല വലിയ ഇഷ്ടപ്പെടുന്ന മേഖലകൾ തന്നെയാണ്. പക്ഷേ ഓരോന്നിൻ്റേതായിരിക്കുന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തി അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു കഴിവ് അല്ലാഹു തആല തന്നത് ആ കഴിവ് അനുസരിച്ച് നാം നടപ്പാക്കാൻ വേണ്ടിയാണ്. ആ കഴിവ് നടപ്പാക്കാൻ വേണ്ടിയാണ് കഴിവ് അല്ലാഹു തആല തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കഴിവ് നടപ്പാക്കാതിരിക്കുമ്പോൾ അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹത്തിനിക്ക് ശുക്ർ ഇല്ലാതെയായിപ്പോ. ഒരു കഴിവ് അല്ലാഹുവിൻ്റെ ദീനിൽ ഇൽമിൽ അല്ലാഹു തആല നമുക്ക് നൽകിയാൽ ആ കഴിവ് വലിച്ചെറിഞ്ഞ് മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ അല്ലാഹുവിനിക്കുള്ള ശുക്ർ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പിന്നീട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഓരോ മേഖല അല്ലാഹു തആല നൽകിയിട്ടുള്ള കഴിവ് നൽകിയിട്ടുള്ള മേഖല ഏതാണോ ദീനുമായി ബന്ധപ്പെട്ടത്, ഇൽമുമായി ബന്ധപ്പെട്ടത്, അതിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി അതിലൂടെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അവൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നിർത്തിയ സ്ഥലത്ത്, നിർത്താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് കൊടുക്കുക. ഇതാണ് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ ഇൽമിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അല്ലാഹു തആല നിർത്തി തന്ന അല്ലെങ്കിൽ നമ്മെക്കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ച ചില മേഖലകളുണ്ട്. ആ മേഖലയിൽ നമുക്ക് അല്ലാഹു കഴിവും തന്നിട്ടുണ്ട്. ആ കഴിവനുസരിച്ച് ആ മേഖലയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക, പ്രവർത്തിക്കുക. അത് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവും. നമ്മളതിൽ പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്നുള്ളൊരു പരീക്ഷണം. ചിലപ്പോൾ നമുക്ക് മനസ്സിലിങ്ങനെ ശൈത്താൻ തോന്നിപ്പിക്കുമ്പോൾ അത് സാധിക്കൂല, അത് നടക്കൂല എന്നൊക്കെ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കും. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി തീർച്ചയായും ഞാൻ ഒരു ദർശനം നടത്താനുള്ള കഴിവുള്ളവനാണെങ്കിൽ ആ ഒരു മേഖലയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുകയില്ല. അതിന് തടസ്സങ്ങളായി പല തടസ്സങ്ങളും ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ആ ഒരു രംഗത്ത് പോകാൻ നമുക്ക് ചിലപ്പോൾ കൂടുതലും തോന്നാറുള്ളത് ചിലപ്പോൾ വിദ്യാർത്ഥികളില്ല, കുട്ടികളില്ല, ഇൽമു പഠിക്കാൻ ആളുകളില്ല
ഇതൊക്കെയാണ് തോന്നാറുള്ളത്. യഥാർത്ഥത്തിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള തോന്നലോ മാത്രമാണ്, അല്ലെങ്കിൽ തോന്നിപ്പിക്കലാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതിപ്പോൾ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അല്ല, ഇത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓതി പഠിക്കുന്ന കാലത്തേ ഉള്ളൊരു വിഷയമാണ്. കുട്ടികളില്ല എന്നുള്ള വിഷയം. ആ വിഷയം എപ്പോഴും ഉണ്ട്. കുട്ടികളും ഉണ്ട്, ദർസുണ്ട്, അതിപ്പോഴും ഉണ്ട്, അന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ, അധ്വാനിച്ചാൽ അല്ലാഹു തആല അപ്പം അത് എളുപ്പമാക്കി തരും. അതിനു വേണ്ടിയുള്ള അധ്വാനം നമുക്കുണ്ടോ എന്ന് അല്ലാഹു തആലയുടെ പരീക്ഷണമാണ് മറ്റ് മേഖലയിൽ നമുക്ക് താല്പര്യവും നമുക്ക് അല്ലാഹു നൽകിയ കഴിവ്, ആ കഴിവും നമ്മെ അല്ലാഹു തആല നിശ്ചയിച്ച റൂട്ടും നാം തിരഞ്ഞെടുക്കുന്നുണ്ടോ ഇല്ലേ എന്നതിൻ്റെ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ പൂർണ്ണമായും നമ്മൾ വിജയിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് കഴിവാണോ അല്ലാഹു തആല തന്നതെങ്കിൽ ആ കഴിവ് തിരഞ്ഞെടുക്കുകയും, ഞാൻ പറയുന്ന കഴിവും മറ്റൊക്കെ അള്ളാഹുവിൻ്റെ ദീനിയായ ഇൽമിയായ കഴിവുകളാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് പല കഴിവുകളും നമുക്കുണ്ടായിരിക്കും. അത് തിരഞ്ഞെടുക്കാൻ വേറെ ആളുകളുണ്ട്. അതല്ലെങ്കിൽ അത് നാം തിരഞ്ഞെടുക്കുന്ന ഈ കാര്യത്തിൻ്റെ പുറമെ നമുക്ക് ഉള്ള സമയങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കാം. പൂർണ്ണമായും ഈ ഒരു രംഗം ഒഴിവാക്കി അല്ലാഹു തആല നമ്മെ തിരഞ്ഞെടുത്ത, നമുക്ക് നൽകിയ ആ ഒരു രംഗം ഒഴിവാക്കി മറ്റൊരു രംഗത്തേക്ക് നാം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. തീർച്ചയായും ആ ഒരു കഴിവിൽ തന്നെ, അല്ലാഹു നൽകിയിട്ടുള്ള ആ കഴിവിൽ തന്നെ നിന്നാൽ അവന് വലിയ വിജയം ലഭിക്കും. ദുന്യവിയായിട്ടും ഉഖ്റവിയായിട്ടുമുള്ള വിജയം അവന് ലഭിക്കും. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു തആല ഈ ഭൂമി ലോകത്തും നാളെ ആഖിറത്തിലുമൊക്കെ ദറജകൾ, ഓൻ്റെ സ്ഥാനങ്ങൾ അല്ലാഹു തആല ഉയർത്തും. മഈശത്തിൻ്റെ കാര്യത്തിലും ഓൻ്റെ ദറജകൾ അല്ലാഹു ഉയർത്തും. മറ്റെല്ലാ കാര്യത്തിലുള്ള ദറജകൾ അല്ലാഹു തആല അവനെ ഉയർത്തി കൊടുക്കും. ഒരിക്കലും അവന് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ അതിന് കുറച്ച് ക്ഷമ, സബൂർ, നേരത്തെ പറഞ്ഞതുപോലെ അത് അല്ലാഹു പരീക്ഷിക്കും. ആ ക്ഷമ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ള പരീക്ഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ പൂർണ്ണമായും വിജയിക്കുമ്പോഴേ ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നുള്ള വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതുവരെ നമ്മൾ ക്ഷമിക്കണം. അത് ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും റൂട്ട് മാറി വലിച്ചെറിഞ്ഞ് മറ്റൊരു റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ ഒതുങ്ങി നിന്ന് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഈ അനുഗ്രഹം വളരെ പ്രധാനമായി നാം അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതം, അതും വളരെ ഉത്തമമായ ഒരു ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് ഇൽമ് തന്നു. ആ ഇൽമ് വെറും ഒരു ജോലിക്ക് വേണ്ടി എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ നാം ഒരിക്കലും ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് വിജയം കാണുകയില്ല. അള്ളാഹു തന്ന ഇൽമ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു കാരണമായി തന്നെ ഇൽമിനെ നാം കാണുകയും ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള മാർഗങ്ങളും തഖ്വയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അധികം വർദ്ധിച്ചു വരികയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇൽമു കൊണ്ട് ഉപകാരം കിട്ടുകയുള്ളൂ. മനിസ്ദാദ ഇൽമൻ ഫലം യജ്ദ് തഖ്വൻ. ഒരാൾക്ക് ഇൽമിങ്ങനെ ഏറി തഖ്വ അതനുസരിച്ച് ഏറിയിട്ടില്ലെങ്കിൽ ലൈസ ലഹു, അവനിക്കില്ല, ഇല്ല മുഅ്ദൻ, വിദൂരതയല്ലാതെ ഇല്ല, ലില്ലാഹി, അല്ലാഹുവിലേക്ക്.
മിനല്ലാഹി, അള്ളാഹുവിനെ തൊട്ടുള്ള വിദൂരത അവനിക്ക് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇൽമുണ്ട്, പക്ഷെ ഇൽമിനനുസരിച്ച് അവൻ്റെ ജീവിതത്തിന് യാതൊരു മാറ്റങ്ങളുമില്ല. അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും കാണുന്നില്ല എങ്കിൽ അള്ളാഹുവിനെ തൊട്ടുള്ള വിദൂരതയല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടിയ ആ ഇൽമ് ഇങ്ങനെ ഓരോ ദിവസവും അതിൻ്റെ ഫളായിലുകളും ശ്രേഷ്ഠതകളും ഒക്കെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് മനസ്സിലാകുന്ന സമയത്ത് തഖ്വയും നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ചില ആളുകൾ നല്ല ബിരുദവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവര് പൂർണ്ണമായി 5 വക്ത് നിസ്കാരം, അതിൻ്റെ മട്ടപ്രകാരം അതിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ, അതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ഇത് തന്നെ നിർവഹിക്കുന്നതിൽ വളരെ വീഴ്ച വരുത്തുന്നവരാണ്. നമ്മൾ ബിരുദവും കാര്യങ്ങളും മറ്റൊക്കെ നമുക്കുണ്ടായിരിക്കും, പക്ഷേ ഒരു മുതല്ലിമിൻ്റെ അവസ്ഥയിൽ പോലും അവൻ്റെ ജീവിതം ഇപ്പോഴും ആയിട്ടില്ല. ഓനെ ഫർള് പരിപൂർണമായി അതിൻ്റെ ആ നിബന്ധനകളും ഷർത്തുകളും ഫർളുകളും പാലിച്ച് അത് നിർവഹിക്കുന്നില്ല. അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെ നിർവഹിക്കണം. ആരുമില്ലെങ്കിലും, സ്വന്തം റൂമിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ആരുമില്ലാത്ത സ്ഥലത്തിൽ നിന്നാണെങ്കിലും നമുക്ക് അതിന് മാറ്റം വരാൻ പാടില്ല. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ പരമാവധി നാം ഒഴിവാക്കാതിരിക്കണം. ഇങ്ങനെ ഉള്ള ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നാം പതിവായി കൊണ്ടു നടക്കുന്ന ഒരു രൂപം, ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൽമിലുള്ള പുരോഗതിയും മറ്റ് ജീവിതത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതോടുകൂടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന പ്രയാസ തെറ്റുകളും വ്യതിചലനങ്ങളും ഒക്കെ അള്ളാഹുവിനോട് നമ്മൾ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. ഞാൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചത് ഒരു തെറ്റും ചെയ്യുന്നവരായതുകൊണ്ടല്ലല്ലോ. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പഠിപ്പിക്കുന്നത് തീർച്ചയായും ഉമ്മത്താവുന്ന നാം ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നിർവഹിക്കണം. 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ നിർവഹിക്കണം. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു ലികുല്ലി ഷൈഇൻ മഖ്റജ. അല്ലാഹു തആല ഇസ്തിഗ്ഫാറിനെ ഒരാൾ ലാസിമാക്കിയാൽ എല്ലാവിധ കാര്യത്തിനും അവനിക്ക് ഒരു മഖ്റജ് അല്ലാഹു തആല നൽകും. പ്രയാസങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത ഭാഗത്തിലൂടെ റിസ്കുകൾ അല്ലാഹു തആല അവനിക്ക് നൽകിക്കൊണ്ടിരിക്കും. അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അവൻ ഐശ്വര്യവും അവൻ്റെ റിസ്ക്കും അവൻ്റെ കുടുംബത്തിൻ്റെ റിസ്ക്കും എല്ലാം അല്ലാഹു തആല ഏറ്റെടുത്തുകൊണ്ടിരിക്കും. അതിനേറ്റവും പ്രധാനമായതാണ് ഇസ്തിഗ്ഫാർ ലാസിമാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു സുബ്ഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എഴുന്നേൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കാലാകാലം സുബ്ഹിൻ്റെ മുമ്പ് ഉറങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. നാമൊക്കെ ഇൽമിയായ രംഗത്ത് പഠിച്ച് പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വന്നോ സമയമേ? അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കൂടുതൽ നമുക്ക് ദിക്ർ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ അത്തായ സമയത്ത് ഖുർആൻ പറഞ്ഞു,
അത്തായ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ലാസിമാക്കണം, പതിവാക്കണം. അതുപോലെ ആ സമയത്ത് നാം നമ്മുടെ എല്ലാ സമയങ്ങളിലും നമ്മുടെ ഖൽബ് പല ശുഗലിലുമാണല്ലോ. ആ ഒരു സമയം ഖൽബിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സമയമാണ്. ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നമ്മുടെ ശുഗലുകൾ ഖൽബും അങ്ങോട്ടും തിരിയില്ല. ആ സമയത്ത് ഖൽബിനെ നിയന്ത്രിച്ചു നിർത്തി അള്ളാഹുവിലേക്ക് മാത്രം ഖൽബ് തിരിച്ച് അള്ളാഹ് എന്നുള്ള ദിക്ർ ഒരു 100 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നിർവഹിക്കുക. പിന്നീട് അതുപോലെ തന്നെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുൽ ബിയദി ഖല്ലത്ത് ഖീലത്തി യദ്രികനി എന്ന ഹുദൂറിന്റെ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഖൽബ് തിരിച്ച് റസൂലുള്ളാഹിന്റെ ആ ദാത്ത് പൂർണ്ണമായും നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കി ആ ഖൽബ് മദീനത്തേക്ക് തിരിച്ചു വച്ച് ആ സുബഹിന്റെ അല്പം മുമ്പ് മദീനയിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റ് നമ്മളെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ഏത് ചൂട് കാലത്താണെങ്കിലും തണുപ്പുള്ള ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായും കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഖൽബ് കൊണ്ട് പൂർണ്ണമായും കണ്ട് മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി പൂർണ്ണമായും നമ്മളെ ഖൽബ് മദീനത്തേക്ക് തിരിച്ചു എന്ന് മാത്രമല്ല റസൂലുള്ളാഹിന്റെ ദാത്ത് പൂർണ്ണമായും ഖൽബിൽ തസ്വീറാക്കി. ആ രൂപത്തിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നൊരു 100 പ്രാവശ്യമെങ്കിലും സാധിക്കുന്നവർ നിർവഹിക്കാം. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യം, മറ്റൊന്ന് അള്ളാഹ് എന്നുള്ള ദിക്ർ അള്ളാഹുവിലേക്ക് ഖൽബ് വെച്ചുകൊണ്ട് ചൊല്ലുക. അതുപോലെ തന്നെ ഈ സ്വലാത്തും റസൂലുള്ളാഹിനെ പൂർണ്ണമായും ഖൽബിലേക്ക് കൊണ്ടുവന്ന് നിർവഹിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ, ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് ഉയർച്ചയും ബറക്കത്തുകളും നമുക്ക് ലഭിക്കാനുള്ള വളരെ പ്രധാനമായ കാര്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, സമയമുണ്ടെങ്കിൽ ആഴ്ച സമയത്ത് പിന്നെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം നല്ല ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഖൽബ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.